സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മതനിരാസത്തിലൂട്ടിയ കമ്മ്യൂണിസത്തെ വിവിധ മതങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞതാണ് കേരളത്തിൽ സിപിഎം മാർക്കറ്റ് ചെയ്യുന്നതെന്ന് തങ്ങൾ പറഞ്ഞു. ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് സിപിഎം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നും ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. സിപിഐഎമ്മിനെതിരെ സമീപകാലത്ത് നടത്തിയതിൽ ഏറ്റവും രൂക്ഷമായ ഭാഷയിലായിരുന്നു പാർട്ടി പത്രത്തിലൂടെ സാദിഖ് അലി തങ്ങളുടെ വിമർശനം. MK രാഘവനെതിരെ കരീം കയായും ഷാഫി പറമ്പിലിനെതിരെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടും സിപിഐഎമ്മിന്റെ രാഷ്ട്രീയ കുതന്ത്രങ്ങളാണ്. സമുദായത്തിലെ സംഘടനകളുടെ പൊതുവായ പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ്. മതനിരാസ അടിത്തറയിലുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് സമസ്തയെ ശിഥിലമാക്കാൻ മോഹമുണ്ടാകും. മുസ്ലിം ലീഗിന്റെ വഴിത്താരയിലേക്ക് സമസ്തയുടെ പേരിൽ മരച്ചീലിടാൻ ശ്രമിച്ച സിപിഐഎമ്മിന് വലിയ പ്രഹരമാണ് ലഭിച്ചത്. ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് സിപിഐഎം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നും തങ്ങൾ പറയുന്നു. ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാകുമെന്ന് പറയുന്നതൊക്കെ തമാശയാണ്. അതൊക്കെ ശത്രുക്കളുടെ വെറും വ്യാമോഹം മാത്രമാണെന്നും തങ്ങൾ പരിഹസിച്ചു. മതനിരാസത്തിലൂട്ടിയ കമ്മ്യൂണിസത്തെ വിവിധ മതങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് കേരളത്തിൽ സിപിഐഎം മാർക്കറ്റ് ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയയാണ് പിണറായി പോലീസിന്റെ മുഖമുദ്രയെന്ന് ഘടകകക്ഷിയായ സിപിഐ പോലും ആരോപിച്ചിരുന്നുവെന്നും സാദിഖ് അലി തങ്ങൾ ചൂണ്ടിക്കാട്ടി. BJPയുടെ ഭൂരിപക്ഷ പ്രീണനവും അരികുവൽക്കരണവും പ്രഖ്യാപിതമാണ്. എന്നാൽ മതേതര കക്ഷികളും തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് അർഹമായ പരിഗണന നൽകാൻ മടിക്കുകയാണ്. രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളിൽ ഒരാൾ പോലും മന്ത്രിസഭയിലില്ലെന്നത് അതീവ ഗൗരവതരമാണെന്നും സാദിഖ് അലി തങ്ങൾ അഭിമുഖത്തിൽ വ്യക്തമാക്കി. റിപ്പോർട്ടർ, മലപ്പുറം.